ബോയ്സ് സ്കൂളിൽ അപകടമുണ്ടായ ബോയ്സ് സ്കൂളിൽ ഇപ്പോൾ തേവലക്കര സ്കൂളിൽ ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിച്ചേരുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് നേതാക്കളെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ അപകടമുണ്ടായത് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലായിരുന്നു. അവിടെ ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, മന്ത്രി ശിവൻകുട്ടിയാണോ ഇപ്പോൾ അവിടെ എത്തിയത്? മന്ത്രി ശിവൻകുട്ടി ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട്. മിനിറ്റുകൾക്കകം ഇവിടെ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കി കഴിഞ്ഞത്. ഒപ്പം തന്നെ മന്ത്രിയുടെ തൊട്ട് മുന്നിലെ വന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. CPM-ന്റെ മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ എത്തി ഈ കാര്യം മന്ത്രി എത്തുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ ഈ സംസാരിക്കുന്നതിനുമായിട്ടും മറ്റുമൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള S. ജയമോഹൻ ചേരുകയാണ്. മന്ത്രി തന്നെ നേരിട്ട് ഈ സ്കൂൾ സന്ദർശിക്കുകയാണ്. അപ്പോൾ പരാതികളിലൊന്നും വകവയ്ക്കാതെ കൃത്യമായ അന്വേഷണം പോകണമെന്നുള്ള താല്പര്യമുള്ളതുകൊണ്ടല്ലേ അത്തരത്തിൽ തന്നെ വരുന്നത്? മന്ത്രിമാർ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ കാര്യത്തിലുള്ള നിലപാട് മന്ത്രിയും LDF-ഉം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ മരണത്തിന് ഇടയായ സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. ആ സംഭവത്തിൽ അഗാധമായ ദുഃഖവും മറ്റുമെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും ആ പാവപ്പെട്ട കുട്ടിയോടും കുടുംബത്തോടും ഒപ്പമാണ് ഗവൺമെൻറ്, മന്ത്രിമാരും LDF-ഉം എല്ലാം. അതുപോലെ എന്തായാലും ആ മകൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ വീഴ്ച ആർക്ക് വരുത്തിയാലും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതല്ലേ കുറച്ചൊരു തീരുമാനം? വീഴ്ച ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇപ്പം തന്നെ ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നുള്ളത് മുൻകാല ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഏതൊരാളിനും ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഗവൺമെൻറ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. MLA കൂടെ ചേരുകയാണ്. ഇപ്പോൾ ഈ അമ്മ നാളെ രാവിലെ എത്തുമെന്നുള്ളൊരു തീരുമാനമൊക്കെ ആയത് അറിയുന്നു. എങ്ങനെയാണ് അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനം? നാളെ രാവിലെ ഒരു 8:50 എയർപോർട്ട്, അവിടുത്തെ എയർപോർട്ടിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എറണാകുളത്ത് നിന്ന് തിരിച്ച് മൂവാറ്റുപുഴ വഴിയാണ് വരുന്നത്. മറ്റേ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അമ്മ വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ബോഡി നമ്മുടെ സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം 1-2 മണിക്കൂർ ഇവിടെ വേണ്ടി വരും. പൊതുജനങ്ങളും കുട്ടികളടക്കമുള്ളവർ കാണേണ്ടി വരും. അതിനുശേഷം നമ്മൾ ഭവനത്തിൽ കൊണ്ടുപോയി പൊതുദർശനത്തിന് വെക്കും. 5 മണിയോടുകൂടി ഇത് സംസ്കരിക്കുന്നതിനുള്ള നടപടികളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയും ഇവിടെയെല്ലാം അത്തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഹായങ്ങൾ നൽകുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ ചർച്ചയായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വൈദ്യുതി വകുപ്പിൻ്റെ സഹായം ഇന്ന് വൈദ്യുതി വകുപ്പ് 5 അവർ കൊണ്ടുവരും. എന്നെ അവർ വിളിച്ച് ചോദിച്ചിരുന്നു. മാതാവിൻ്റെ പേരിലാണ് ചെക്ക് എഴുതിയിരിക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി അവരുടെ ഭവനത്തിലെത്തിക്കും. എന്തായാലും ഒരു വീഴ്ച, അതായത് ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു. ആ വീഴ്ചയെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തും. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ മന്ത്രി തന്നെ നേരിട്ട് ഈ സ്ഥലത്തേക്ക് വരുന്നത് അതിന്റെ ഒരു ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. കാര്യം നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ആ സ്കൂളിലേക്ക് ഉണ്ടായിരുന്നു. BJP, യൂത്ത് കോൺഗ്രസ് സംഘടനകളൊക്കെ വലിയ പ്രതിഷേധ മാർച്ചൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെ സന്ദർശനം കണക്കിലെടുത്ത് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? പ്രതിഷേധ സാധ്യതയുണ്ടോ അവിടെ? ഈ മന്ത്രി വരുന്നതിന് മുന്നോടിയായി തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ, അതായത് പോലീസ് ബാരിക്കേഡ് വെച്ച് റോഡ് തടഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പോലീസിൻ്റെ വലിയ രീതിയിലുള്ള ഒരു സന്നാഹമുണ്ട്. 2 DYSP-യുടെ നേതൃത്വത്തിൽ, അതായത് ശാസ്താംകോട്ട DYSP, അപ്പം തന്നെ പുല്ലൂർ DYSP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അത്തരത്തിലുള്ള കാര്യം വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല CPM-ൻ്റെയും DYFI-യുടെ മറ്റ് പ്രവർത്തകരായിട്ടും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ പ്രതിഷേധിച്ചവരെല്ലാം തന്നെ, കാര്യം നേരത്തെ തന്നെ അവർ സ്കൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. അവർ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു, മന്ത്രി നേരിട്ട് ഇവിടേക്ക് എത്തണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു രാവിലെ പ്രതിഷേധം നടത്തിയ കേസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. എന്തായാലും മന്ത്രി നേരിട്ട് വരുന്നു. അവർ ഇനി ഇത്തരത്തിൽ മന്ത്രി വരണം എന്നുള്ള അവരുടെ ഒരു ആവശ്യം അംഗീകരിച്ച സ്ഥിതിക്ക് മറ്റു പ്രതിഷേധങ്ങൾ ഉണ്ടാകാനായിട്ട് യാതൊരു സാധ്യതയില്ല. എന്തായാലും അക്കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ വരുന്ന വഴികളിലെല്ലാം തന്നെ പോലീസിനെ വിന്യസിക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസ് ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് പറയുന്നെങ്കിലും മറ്റാരെങ്കിലും പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടെ പോലീസ് സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടിൻ്റെ കൂടെ അതേ പോലീസിന് മനസ്സിലാക്കി കഴിഞ്ഞ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല സ്കൂളിലേക്ക് മറ്റു വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതിന് അത്തരത്തിലുള്ള ഒരു CPM പ്രവർത്തകരും DYFI പ്രവർത്തകരുമായിട്ടുള്ള വലിയ ഒരു അധികം വൈകാതെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തേവലക്കര ബോയ്സ് സ്കൂളിൽ